അതേപോലെ ഈ ഒരു നക്കിളിൻ്റെ ഭാഗത്ത് നമുക്ക് ഹാർഡ് TPU പ്രൊട്ടക്ഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നക്കിളൊക്കെ ഇടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ലെതർ ഗ്ലൗസുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യം ഇട്ട് കുറച്ച് ഉപയോഗിച്ച് അത് ബ്രേക്കിംഗ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഗ്ലൗസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് ഇടുന്ന സമയത്ത് നമുക്കൊരു നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും നല്ല കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇപ്പം ഗ്രിപ്പ് ലൂസ് ആവും, നമുക്ക് വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം ആക്സിലേറ്റർ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും ആ ഗ്രിപ്പിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതാ ഈ ഒരു പോർഷനിൽ പ്രോപ്പറായിട്ട്. Hey guys, welcome back to Vandi Malayalam and welcome to another episode of Safety Sunday. സേഫ്റ്റി സെൻറ്ററിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫുൾ ഗോൺലെറ്റ് ലെതർ ഗ്ലൗസ് ആണ്. നമുക്ക് ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ കംഫർട്ടബിൾ ആൻഡ് സേഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പുതിയ ഗ്ലൗസ്. ഇപ്പോൾ ക്രാംസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അടുത്തുനിന്ന് വരുന്ന K2K എന്ന ഒരു മോഡലാണിത്. ക്രാംസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ റൈനോക്സിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ റൈഡിങ് ഗിയേഴ്സ് ഇറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ക്രാംസ്റ്റർ എന്നുള്ള ഒരു സബ് ബ്രാൻഡിലേക്ക് MT വന്നിരിക്കുന്നത്. MT അല്ല, നമ്മുടെ റൈനോക്സ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്ലൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഗോൺലെറ്റ് ലെതർ ഗ്ലൗസ് ആണ്. നമുക്ക് ഈ പാം ഏരിയ ഒക്കെ തന്നെ ലെതർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ എന്താ ഈ ഒരു ഫിംഗറിൻ്റെ ഏരിയാസ് ഒക്കെ തന്നെ ലെതേർഡാണ്. ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് മെഷ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ എയർ ഫ്ലോ ഈ ഒരു ഗ്ലൗസിലേക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫിംഗർ ഏരിയാസിലൊക്കെ തന്നെ ചെറിയ സുഷിരങ്ങളുണ്ട്. അതുകൊണ്ടും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടൂറിങ് സമയത്ത് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസുകൾ കൂടുതലും വരുന്നത് ഒരു റേസിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് ട്രാക്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ട്രാക്കിൽ ഉപയോഗിക്കുന്നതും ഈ ഒരു ടൂറിംഗ് പർപ്പസിന് വേണ്ടി മേടിയിരിക്കുന്നതായിട്ടുള്ള ഗ്ലൗസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ ട്രാക്കിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല, അത് പ്രോപ്പർ സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകളായിരിക്കും. എന്നും പറഞ്ഞ് ഇതിൽ സേഫ്റ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് റോഡ് യൂസിന് പറ്റുന്നതിൽ നല്ല രീതിക്കുള്ള സേഫ്റ്റി തന്നെ ഈ ഒരു ഗ്ലൗസിലുണ്ട്. അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ പാം ഏരിയയിൽ ഒന്നാമത് ഈ ഒരു വിരലും കാര്യങ്ങളെല്ലാം വരുന്നിടത്ത് നമുക്ക് ലെതർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അബറാഷൻ റെസിസ്റ്റൻസ്, ലെതറിൻ്റെ ആ ഒരു അബറാഷൻ റെസിസ്റ്റൻസ് നമുക്ക് പാമിൽ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ലൈഡർ വരുന്നുണ്ട്. സ്ലൈഡർ എന്ന് പറയുന്നത് ഹാർഡ് TPU ആണ്, അതായത് പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. നമുക്ക് തട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ, ഹാർഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഴുന്ന സമയത്ത് ഫ്രിക്ഷൻ ജനറേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ സ്ലൈഡ് ഓഫ് ആയി പൊക്കോളും. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഇമ്പാക്റ്റും നമ്മുടെ കയ്യിലെ ഈ ഒരു ബോണിലേക്ക് അധികം കിട്ടില്ല, ഇത് തന്നെ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്ത് HD ഫോമും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലും കൂടെ കിട്ടും ഉള്ളിൽ നിന്നും. അതേപോലെ ഈ ഒരു നക്കിളിൻ്റെ ഭാഗത്ത് നമുക്ക് ഹാർഡ് TPU പ്രൊട്ടക്ഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നക്കിളൊക്കെ ഇടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ ക്രാംസ്റ്ററിൻ്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഡബിൾ മൈക്രോമെട്രിക് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരു വെൽക്രോ അഡ്ജസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വെൽക്രോ അഡ്ജസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇടുന്ന സമയത്ത് ഒന്ന് നല്ലൊരു പെർഫെക്റ്റ് ഫിറ്റ് കിട്ടും, കൂടെ തന്നെ ഇത് വളരെ സെക്യൂർഡ് ആയിരിക്കും. നമ്മൾ എത്ര സ്പീഡിൽ പോയി വീണു, നമ്മൾ എത്ര ഒരു വലിയ ക്രാഷാന്ന് പറഞ്ഞാലും ഈ ഗ്ലൗസ് നമ്മുടെ കയ്യിൽ നിന്നും ഊരിപ്പോയില്ല. ഒരു പെർഫെക്റ്റ് ഫിറ്റ് നമുക്ക് ഇത് കയ്യിൽ കിട്ടുന്നതായിരിക്കും. പോരാത്തതിന് ഇത് ഇടുന്ന സമയത്ത് നമുക്കൊരു നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും നല്ല കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ജാക്കറ്റിൻ്റെ കൂടെ ആണെങ്കിൽ കൂടി ജാക്കറ്റിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിതാ ഈസി ആയിട്ട് ഈ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതാ ഈ ഒരു പോർഷനിൽ, അതായത് നമ്മൾ വീഴുന്ന സമയത്ത് ഇങ്ങനെ വീഴുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനോട് വന്ന് അടിക്കാറുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഹാർഡ് TPU പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ എങ്ങനെ നിങ്ങൾ ഇതിട്ടിട്ട് വീണെന്ന് പറഞ്ഞാലും നമ്മുടെ കൈക്ക് ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് ഈ ഒരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസുകളുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവിടെ വരെ നമുക്കിത് വരും. സാധാരണ ഹാഫ് ലെങ്ത് ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിസ്റ്റ് വരെ വരുള്ളൂ. പക്ഷേ ഗോൺലെറ്റ് ഗ്ലൗസുകൾ ഇവിടെ വരെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കൈ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ജാക്കറ്റിൻ്റെ ഈ ഒരു എൽബോ ആർമർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇവിടെ വരെ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. സോ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ വരെ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് ഒന്നും തന്നെ നേരിട്ട് റോഡിൽ പോയി വീഴില്ല. കംപ്ലീറ്റ് പ്രൊട്ടക്ഷനോടെ ഗിയേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇത് ഇട്ട സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് ഓൾറെഡി പ്രീ കർവ്ഡായിട്ട് വരുന്ന ഫിംഗേഴ്സ് ആണുള്ളത്. അതായത് ചില ലെതർ ഗ്ലൗസുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യം ഇട്ട് കുറച്ച് ഉപയോഗിച്ച് അത് ബ്രേക്കിംഗ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് കംഫർട്ടോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഗ്ലൗസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇത് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് അപ്പം തൊട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ. കാരണം ഇപ്പം തന്നെ ഞാൻ ഇത് ഇട്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിത് ഇട്ടതിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഡിസ്കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഞാൻ എത്ര കംഫർട്ടോടെ ആണ്
ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഓൾറെഡി ഇത് പ്രീ കർവ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രം ദ സ്റ്റാർട്ട് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നതാണ്, ഒന്ന് നമ്മുടെ ഹാൻഡിൽ ബാറിൽ നിന്ന് ഗ്രിപ്പ് ലൂസ് ആവും. നമുക്ക് വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം ആക്സിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രിപ്പിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പോർഷനിൽ പ്രോപ്പറായിട്ട് ഗ്രിപ്പിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ഓഫ് പാഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇതിൽ നമുക്ക് വൈപ്പർ വരുന്നുണ്ട്. അത് കാറിലൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് കാണും, പക്ഷേ ഇതിൽ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൽ ചെറിയൊരു വൈപ്പർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ വിൻഷീൽഡ് വൈപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിൽ മഞ്ഞുണ്ടെങ്കിലോ മഴത്തുള്ളികളുണ്ടെങ്കിലോ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസിബിലിറ്റിയും കോൺഫിഡൻസും ഒക്കെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആവും. അങ്ങനെയുള്ളൊരു ചെറിയ ഫീച്ചറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ലൈറ്റ് ഫീൽ തരുന്ന ഒരു ഹെൽമെറ്റ് കൂടിയാണ്. ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ അല്ല, ഞാൻ ഇനിഷ്യലി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നിങ്ങളോട് പറയുന്നത്. മറ്റ് ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസുകൾ ഉപയോഗിച്ചതിൽ വെച്ച് ഇത് കുറേ കൂടെ ഒരു കോമ്പാക്റ്റ് ആൻഡ് കംഫർട്ടബിൾ ലൈറ്റ് ഫീൽ എനിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേറിൽ നമ്മുടെ ഈ ഒരു പിങ്കി ഫിംഗർ എന്ന് പറയുന്നത് എപ്പോഴും വീഴുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഫസ്റ്റ് കോൺടാക്റ്റ് വരുന്നതാണ്. അപ്പോൾ അവിടെ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ലെയർ ഓഫ് ലെതറും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പോരാത്തിന് ഇവിടെ ഒരു കുഷനിങ് കൈൻഡ് ഓഫ് സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഴുന്ന സമയത്ത് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഗ്ലൗസിൻ്റെ ഓവറോൾ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ വിസിബിലിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇവരുടെ ചെറിയ ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് ക്രാംസർ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ഗ്ലൗസ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ക്രാംസറിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഓവറോൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു ഗ്ലൗസിൻ്റെ ഭാഗത്തുനിന്ന്. ഓൾ ഡേ ഇതിട്ടുകൊണ്ട് ടൂർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസം ഇത് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു പ്രീമിയം സോഫ്റ്റ് ഫുൾ ഗ്രെയിൻ ലെതർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഗ്ലൗസിൻ്റെ പ്രൈസ് വരുന്നത് 4600 രൂപയോളാണ്. അപ്പോൾ ഒരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് അഫോർഡബിൾ സൈഡിലേക്കാണ്. കാരണം സാധാരണ ഇതുപോലെയുള്ള ഒരു പ്രൊട്ടക്ഷനും കംഫർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസുകൾക്ക് 5000 മുകളിലേക്കൊക്കെ തന്നെ പ്രൈസ് പോകാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നല്ല ഒരു പെയർ ഓഫ് ഗ്ലൗസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റൈനോക്സിൻ്റെ ക്രാംസ്റ്റർ K2K എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വളരെ നല്ലൊരു മോഡൽ തന്നെയാണ്. ഇനി ഇതിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ആരെങ്കിലും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഗ്ലൗസ് വാങ്ങാൻ പോകുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് നമ്മൾ റിയൽ വേൾഡ് ടെസ്റ്റ് ഇതുവരെ നടത്തിയിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പം വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ന്യൂലി അറൈവ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്രയാണ് പ്രൈസ് പറയുന്നത്. അപ്പം ഒരു 5000 രൂപ നിങ്ങളൊരു ഗ്ലൗസിന് വേണ്ടി, ഒരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിനുള്ളിൽ കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്ലൗസ് എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അത് വളരെ കൺവീനിയൻ്റ് ആണ്, അതേപോലെ തന്നെ ലുക്കും നൈസാണ്, അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇത് കുറച്ച് ലോങ് ലാസ്റ്റിങ് കൂടി ആയിരിക്കും എന്ന്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൗസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതിൽ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു റൈഡിംഗ് ഗിയറുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിസിൻ സൈനിങ് ഔട്ട്.